നല്ല ഉഷാറ്, അതായത് അടാറ് ഭക്ഷണം കഴിക്കാൻ വന്നതാണ്. നല്ല ബ്രേക്ക്ഫാസ്റ്റ്. പക്ഷേ നമ്മുടെ സെറ്റപ്പ് എങ്ങനെയുണ്ട്? വൻ സെറ്റപ്പ് അല്ലേ? അതായത് ഫോട്ടോഷൂട്ടിന് പറ്റിയ ഗംഭീരമായ ഒട്ടനവധി ഫ്രെയിമുകളുള്ള ഒരു ഗംഭീരമായ സ്പോട്ട്. അതോടൊപ്പം തന്നെ അത്യുഗ്രനായ ഭക്ഷണം. ഗീ റോസ്റ്റ്, പൊടി ഇഡലി, സാദാ ഇഡലി, മസാല ദോശ, പിന്നെ അതുപോലെ പേപ്പർ റോസ്റ്റ്, അങ്ങനെ നിരവധി വെറൈറ്റി ദോശകൾ, ഇഡ്ഡലി. അതായത് പക്ക പ്യുർ വെച്ചാട്ടോ. അപ്പോൾ എന്തായാലും വാ പോര്. സംഗതി ആംബിയൻസ് അതൊരു രക്ഷയില്ല കേട്ടോ, വല്ലാത്തൊരു ഫീലാണ്. ഹായ് ചട്നി മാമി, നമസ്കാരം. നമസ്കാരം. ഇത് ചേച്ചിയുടെ അതേ കാരിക്കേച്ചറാണോ? അങ്ങനെയാണ് ചേച്ചി കണ്ടു വരച്ചതാ? അല്ല, ഡ്രോയിങ് ചെയ്തതിന് ശേഷമാണ് എന്നെ എടുത്തത്. പക്ഷെ സെയിം അതേ ഒരു ഫേസ് അല്ലേ? ഇവിടെ ഫുൾ ടൈം നിൽക്കും ഇവിടെ? അതെ. എന്താ പേരെന്താ? പേര് സൗമ്യ എന്നാ. സൗമ്യ. ഇപ്പൊ സൗമ്യ എന്നാണ് വിളിക്കല്ലേ? മാമി എന്നല്ലേ വിളിക്കാറെന്താ? ഇപ്പൊ എല്ലാരും മാമി എന്നാണ്. ആണല്ലേ? അതെ. വീട് എവിടെയാ? ഇവിടെ അടുത്താണ്. ആണ്. ഇപ്പൊ സൗമ്യ എന്ന് ആരും അങ്ങനെ വിളിക്കുന്നില്ല. ഇല്ല. ചട്നി മാമി എന്നാണ് അറിയപ്പെടുന്നത്. പുറത്തിറങ്ങിയാലും അങ്ങനെയാണ്. അതെ, എല്ലാവരും വിളിക്കുന്നത് അങ്ങനെയാണ്. എനിക്ക് ഇഷ്ടം അതാണ്. അതെ, ഈ ക്യാരക്ടർ എനിക്ക് ഇഷ്ടമാണ്. വിട്ടേക്കട്ടെ, കഴിച്ചിട്ട് വരാം. ഓക്കെ, ബൈ. രണ്ട് സെറ്റ് അപ്പം, ഒരു പ്ലെയിൻ ദോശ, ഒരു സെറ്റ് ഇഡ്ഡലി, തട്ടിഡലി ഒരു സെറ്റ്. മാഷോയ് തിരക്കിലാണോ? സുഖം തന്നെ? സുഖം. ഇതെന്താ സാർ? ഇഡ്ഡലിയോ? ഇഡ്ഡലി. നമ്മൾ തുടങ്ങിയിട്ട് എത്ര ദിവസമായി? ഇപ്പോൾ ഇന്ന് എട്ടാമത്തെ ദിവസം. അപ്പോൾ കാര്യങ്ങളൊക്കെ എങ്ങനെ ചാടി തുടങ്ങി? എല്ലാം ഉഷാർ തന്നെ. അപ്പം നമുക്ക് രാവിലെ ഇപ്പം 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അങ്ങനെ പോയിട്ട് പിന്നെ രാത്രി വരെ? രാത്രി 10 മണിയാണ്. നൈറ്റ് എന്താ കാര്യങ്ങളൊക്കെയാ? ഫുഡ് നൈറ്റ് നമുക്ക് ഈ പറഞ്ഞ ദോശയുടെ വെറൈറ്റീസ് ഉണ്ട്. നമ്മുടെ ഒരു ഓപ്പൺ ദോശയുണ്ട്, ഒരു മൈസൂർ മസാല ദോശയുണ്ട്, പിന്നെ നോർമൽ ദോശ, ഇഡ്ഡലി ഗീ പൊടി ഇഡ്ഡലി, 2-3 വെറൈറ്റീസ് ഉണ്ട്. പിന്നെ അപ്പത്തിൻ്റെ ഒരു കോംബോ ഉണ്ട്, പുട്ടിൻ്റെ കോംബോ ഉണ്ട്. പുട്ടിൻ്റെ കൂടെ നമ്മുടെ നാടൻ കോംബോ ആണ്. നമ്മുടെ അപ്പത്തിനെ കാണാം. അപ്പത്തിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം, ഇത് കോംബോ ആണോ? ഇത് അപ്പത്തിൻ്റെ കോംബോ ആണ്. അപ്പം 3 സെറ്റ് അപ്പം. അതെ, 3 അപ്പം, ഒരു വെജിറ്റബിൾ സ്റ്റൂ, നമ്മുടെ കൊല്ലം പൊടിച്ചമ്മന്തി, ഉള്ളിത്തീയൽ, ഒരു കേസരി. ഇതാണ് ഒരു സെറ്റ്. ഇത് ഓപ്പൺ ദോശയാണ്, നമ്മുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. പിന്നെ അതല്ല, നമ്മൾ മെജോറിറ്റി ഏച്ചുവാനാണല്ലോ അല്ലേ? അമ്മമാർ, സ്റ്റാഫ് കാര്യങ്ങളൊക്കെ. ഞങ്ങളുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ചട്നി മാമി. ചട്നി മാമി. അമ്മ, മാമി മീൻസ് അമ്മ. അതാണ് നമ്മുടെ കോൺസെപ്റ്റ്. അപ്പം സർവ് ചെയ്യുന്ന ആളും എൻ്റെ ടീം അത്തരത്തിലാവണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ കോൺസെപ്റ്റ് ഡിസൈൻ ചെയ്യുന്നത് തന്നെ അങ്ങനെയാണ്. നമ്മൾ ഇങ്ങനൊരു തീമിലെത്തി ഇങ്ങനെ ഇപ്പോൾ ഒരു സെറ്റ് ഒരു പാർക്ക് മോഡൽ അല്ലെങ്കിൽ. അപ്പം ഞങ്ങൾ പിന്നെ ആദ്യം വന്നതെന്ന് പറഞ്ഞാൽ വെജ്ജാണ് ആലോചിച്ചത്. അതിനുശേഷമാണ് ഞങ്ങൾ ഈ പറയുന്ന വെജ് മാത്രം അതിൻ്റെ ഒരു ഫീസിബിലിറ്റിയുടെ പ്രശ്നമുള്ളതുകൊണ്ട് വെജ്, അതിൻ്റെ കൂടെ നോൺ വെജ്. ഇപ്പം നോൺ വെജ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അതെ, നോൺ വെജ് ഉണ്ട്. 2 മാസമാണ് നോൺ വെജിൻ്റെ ഒരു ടൈം ഡ്യൂറേഷൻ. നമ്മളിങ്ങനെ എല്ലാ ഐറ്റം എന്ന് പറഞ്ഞാൽ കുറച്ച് ഐറ്റം പറഞ്ഞുള്ളൂ. പൂരിയുണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ നെയ് റോസ്റ്റ്, പിന്നെ അപ്പം. ഈ അപ്പത്തിന് വരുന്ന 2-3 കറിയാണ് വരുന്നത്. അപ്പത്തിന് സാധാ ഒരു കുറുമ വരുന്നുണ്ട്, പിന്നെ കൊല്ലം ചമ്മന്തി എന്നാണ് പേരിട്ടിരുന്നത്, കൊല്ലം ചമ്മന്തി. ഇപ്പോൾ കൊട്ടാരക്കര ഭാഗത്തേക്ക് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ വരുമ്പോൾ നേരെ കാണാം. നമ്മളെ കാരേറ്റ് കഴിഞ്ഞ് കിളിമാഴത്ത് തൊട്ട് മുന്നേയിട്ട് കാണാം ചട്നി മാമി. പേരും കണ്ടില്ലേ, ഒരു വെറൈറ്റി അല്ലേ? വന്നാൽ എന്തായാലും അടിച്ചു പൊളിച്ച് കഴിച്ചു പോവാം. തൽക്കാലം ഞാൻ എല്ലാം കഴിച്ചിട്ട് വിട്ടേക്കും. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. പോട്ടെ, അപ്പം see you.